ഈ ലോകത്ത് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നുള്ളതാണ്. ഈ സമയവും കടന്നു പോകും. നമ്മളിങ്ങനെ എത്ര വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരാൾ വന്നിട്ട് പോട്ടെ സാരമില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന സന്തോഷം, ഞാനുണ്ട് കൂടെ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം, ഇതൊക്കെ നമുക്ക് കിട്ടാറുന്ന ഒരു കരുതൽ, ഒരു സ്നേഹം, ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ ഒരു ഓൺലൈൻ ക്ലാസ് ഷീനസ്റ്റ് നമ്മുടെ സ്ത്രീകൾക്കായിട്ട് 56 ബാച്ചുകളിലായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്ന നമ്മളൊരു സാന്ത്വന സ്പർശം എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൂടെ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ലോവർ ബാക്ക് പെയിൻ മാറ്റിയെടുക്കാം. സിമ്പിൾ എക്സർസൈസുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൂടെ ചേരുക, കാണുക, ഷീനസിനോടൊപ്പം എന്ന് സഞ്ചരിക്കുക. കാരണം നമ്മുടെ ലോകാരോഗ്യ സംഘടന ഏറ്റവും പുതിയൊരു കണക്കനുസരിച്ച് ഇന്ത്യയിൽ കായികക്ഷമതയുള്ള ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നു. 50% ആളുകൾക്ക് അസുഖങ്ങൾ, നമ്മുടെ ഹൈ BP-യും അല്ലെങ്കിൽ ഡയബറ്റിക്സ് ഒക്കെ വാങ്ങുന്നതിന് പിന്നിൽ ഇനാക്റ്റീവ് മോഡാണ്. കാരണം നമ്മൾ ചെറിയൊരു പെയിൻ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്റ്റക്കായി പോവുകയാണ്. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾക്ക് ഉള്ള ആക്റ്റീവ് നമ്മളുടെ ഒരു ബോൺ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷായുസ് വരെ, അത് 120 വർഷം വരെ ജീവിക്കാനുള്ള സെറ്റപ്പായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ നമ്മളുടെ വിചാരം എന്ന് പറയുന്നത് 30 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു, നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നു. ഒരിക്കലുമല്ല. അവിടെ നിന്ന് നമ്മൾ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നെഴുന്നേറ്റ് വരാനായിട്ട് യോഗയെ ചേർത്ത് പിടിക്കാം. ഷീനസിൻ്റെ പുതിയ ബാച്ച് തുടങ്ങുന്നു. ജൂലൈ 4-ാം തീയതിയാണ് പുതിയ ബാച്ച് തുടങ്ങുന്നു. വീട്ടിൽ നിന്നും സ്മാർട്ടായിട്ട് യോഗ പരിശീലിപ്പിക്കാനായിട്ട് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സുസജ്ജരാക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കൂടെ തന്നെ ചെയ്യുക. ബാക്ക് പെയിൻ ഉള്ളവർ കൂടെ തന്നെ ചെയ്യുക. ഡെയിലി ചെയ്യുക, പല പ്രാവശ്യം ചെയ്യുക. അങ്ങനെ നമ്മളുടെ അവസ്ഥ മെച്ചപ്പെടുത്തി കൂടുതൽ ആവേശത്തോടെ ലൈഫിലേക്ക് തിരിച്ചു വരിക. താങ്ക് യു. അപ്പോൾ നമ്മൾ തുടങ്ങുവാണ് നമ്മുടെ ബാക്ക് പെയിൻ റിലീഫിന് ഏറ്റവും നല്ല സിമ്പിളായിട്ടുള്ള എക്സർസൈസുകളാണ്. നമ്മൾ ആദ്യം തന്നെ യോഗ മാറ്റിലോ കാർപ്പറ്റിലോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ബെഡ്ഷീറ്റ് ഇട്ട് തറയിൽ ജസ്റ്റ് കിടക്കുക. കട്ടിലാണെങ്കിൽ നല്ല ഒരുപാട് ഇങ്ങനെ സോഫ്റ്റായിട്ടുള്ള അല്ലാത്ത ഒരു ബെഡിൽ കിടക്കാം. ബെറ്റർ തറയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടേബിളിൻ്റെ മുകളിലൊക്കെ നമ്മൾ മെല്ലെ കിടന്നിട്ട് നമ്മൾ ആദ്യം നമുക്ക് സപ്പോർട്ടിന് വേണ്ടി ഒരു കുഷ്യനോ അല്ലെങ്കിൽ ഒരു പില്ലോയോ മെല്ലെ എടുത്തിട്ട് ആ 2 കൈകളും അതിന് മുകളിലൂടെ മെല്ലെ കവർ ചെയ്ത് മെല്ലെ ഇങ്ങനെ കിടന്നു. സാവധാനം അങ്ങനെ കിടന്നുകൊണ്ട് കാല് കുറച്ച് വൈഡാക്കി നമ്മൾ കൈകളുടെ സപ്പോർട്ടിൽ ആദ്യം നമ്മൾ തല മെല്ലെ ഉയർത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ നന്നായിട്ട് നല്ലൊരു പിടുത്തമൊക്കെ തോന്നും. പക്ഷേ നമ്മൾ വീണ്ടും ചെയ്യുന്നു. അങ്ങനെ സാവധാനം കൈ മുട്ടുകളിലേക്ക് പതുക്കെ വരാൻ ശ്രമിക്കുന്നു. നമ്മൾ വീണ്ടും പെയിൻ ഉണ്ടെങ്കിൽ റിലാക്സ് ചെയ്യുക. അതിനിടയ്ക്കൊക്കെ നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആകുന്നുണ്ട്. മെല്ലെ സാവധാനം വീണ്ടും ട്രൈ ചെയ്യുന്നു. അങ്ങനെ ഡെയിലി നമ്മൾ ഈ ഒരു എക്സർസൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ആ ലോവർ ബാക്കിൽ ആ ഒരു ടെൻഷനൊക്കെ മെല്ലെ കുറച്ച് നമുക്ക് പതുക്കെ മുകളിലേക്ക് ഉയരാൻ സാധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും. നമുക്ക് ബാക്ക് ബോൺ കൊടുക്കാൻ നല്ല സപ്പോർട്ടായിരിക്കും. നമ്മൾ ആ മസിൽസൊക്കെ സ്ട്രെങ്തൻ ചെയ്ത് നമ്മുടെ അലൈൻമെൻറ്റ്സൊക്കെ കറക്റ്റ് ചെയ്ത് നമുക്ക് ഫ്രീ ആകാൻ പറ്റുന്ന നല്ലൊരു എക്സർസൈസാണ്. ഡെയിലി ചെയ്യുക. കൃത്യമായിട്ട് നമ്മൾ ഇനി അടുത്ത എക്സർസൈസിലേക്ക് പോവാണ്. ആൻഡ് ഫ്രീ ആയി റിലാക്സ്. നമ്മൾ ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ മരുന്ന് മാത്രം കൊണ്ട് കാര്യമില്ല. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ റെസ്റ്റ് എടുക്കണം. അതിനൊപ്പം തന്നെ നമ്മൾ വീണ്ടും നമ്മളുടെ ആരോഗ്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നമ്മുടെ പോസ്റ്റർ കറക്ഷനും ബാക്കിലേക്ക് ബെൻഡ് ചെയ്ത് തന്നെ നമുക്ക് ബാക്ക് പെയിൻ കുറയ്ക്കാൻ സാധിക്കും. നമ്മൾ ഒരിക്കൽ ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെല്ലെങ്കിനി ഒരു കാലത്ത് നമുക്ക് കുനിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ആ ഒരു നെഗറ്റീവ് ഇമേജ് നമ്മളെക്കുറിച്ച് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് പരമാവധി നമ്മൾ സമയം കളയാതെ പെട്ടെന്ന് തന്നെ ബാക്ക് പെയിൻ ഉള്ളവർ ഈ എക്സർസൈസിലൂടെ മെല്ലെ കടന്നു വരിക. നമ്മളിനി ചെയ്യുന്നത് അതേ പില്ലോ തന്നെ നമുക്ക് മെല്ലെ വയറിൻ്റെ ആ ഒരു L3 L4 ആ ഒരു ബോണ്ട് നേരെ താഴെ വയറിൻ്റെ ആ ഒരു ഭാഗത്ത് മെല്ലെ ഇങ്ങനെ വെച്ചു. മെല്ലെ അമർന്ന് കിടന്നു. എന്നിട്ട് കാലുകൾ വീണ്ടും ചരിച്ചു വെച്ചു. നമുക്കിനി ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ കിടക്കണം. നല്ല പെയിനൊക്കെ ഉള്ളവരാണെങ്കിൽ ആദ്യം ഒരു പില്ലോയിൽ കിടക്കുക. ഓക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ 2 പില്ലോയിലൊക്കെ കിടന്ന് മെല്ലെ നമ്മൾ ഫ്രീ ആയിട്ട് മെല്ലെ ഇങ്ങനെ കിടക്കുക. നന്നായിട്ട് ഫ്രീ ആകുന്നു, റിലാക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മുടെ ലേഡീസിന് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടിയ പോസ്റ്ററാണ്, ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ ഒരു ബാക്ക് പെയിൻ എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് 2 പില്ലോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മെല്ലെ അതിലേക്ക് കാൽമുട്ട് കുറച്ച് വൈഡാക്കി ഇരുന്നുകൊണ്ട് മെല്ലെ ഇങ്ങനെ കമന്ന് അതിലേക്ക് മുഖം അമർത്തി ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പോൾ കാല് കുറച്ച് വൈഡാക്കിയാണ് നമുക്ക് വീണ്ടും കാലുകൾ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് മെല്ലെ ആ ഒരു പില്ലോയിലേക്ക് കയറിയൊക്കെ ഇരിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കാലിന് സപ്പോർട്ടുണ്ട്. മെല്ലെ ഇങ്ങനെ അമർന്നിരിക്കാൻ ശ്രമിക്കുന്നു. പില്ലോയിലേക്ക് മാക്സിമം അമർന്നിരിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ വീണ്ടും സാവധാനം ഒരു ചെയർ എടുക്കുക. ചെയറിൽ നമ്മളിങ്ങനെ ആ പില്ലോ ബാക്കിൽ സപ്പോർട്ടിൽ അല്ലെങ്കിൽ ബാക്ക് ബോൺ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാവുന്ന ഭാഗത്തേക്ക് മെല്ലെ ഇരുന്നിട്ട് കൈകൾ രണ്ടും നമ്മൾ ചെയറിൻ്റെ 2 സൈഡിലും പിടിച്ചു. നമ്മൾ ആദ്യം കാൽമുട്ട് മെല്ലെ മടക്കി ഉള്ളിലേക്ക് കാൽമുട്ട് മടക്കുന്നു. അതിനൊപ്പം തന്നെ തല സാവധാനം താടി നെഞ്ചിൽ മുട്ടിക്കാൻ ശ്രമിക്കുന്നു. ഉള്ളിലേക്ക് എത്തുന്നു. ദെൻ വീണ്ടും കാല് പതുക്കെ സ്ട്രെച്ച് ചെയ്യുന്നു. എന്നിട്ട് നേരെ മുകളിലേക്ക് റൂഫിലേക്ക് നോക്കുന്നു. എന്നിട്ട് കാലിൻ്റെ വിരലിൽ ഉള്ളിലേക്ക് പോയിൻ്റ് ചെയ്യണ പോലെ നല്ല ടൈറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും പരമാവധി റിപ്പീറ്റ് ചെയ്യുവാണ്. തല ഉള്ളിലേക്ക് ആക്കുന്നു. താടി നെഞ്ചിൽ മുട്ടിക്കാൻ ശ്രമിക്കുന്നു. ദെൻ വീണ്ടും കാല് സ്ട്രെച്ച് ചെയ്യുന്നു. കാൽ വിരൽ ഉള്ളിലേക്ക് പോയിൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ നമ്മൾ വലതുകാൽ ചെയ്യുന്ന അത്രയും തന്നെ നമ്മൾ ഇടതുകാലിലേക്ക് വരുവാണ്. ലെഫ്റ്റാണ്. നമ്മൾ ആദ്യം കാൽമുട്ട് ബാക്കിലേക്ക് ചെയറിൻ്റെ ബാക്കിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്തു. നേരെ മുകളിലേക്ക് നോക്കിയിട്ട് കാൽ വിരൽ ഉള്ളിലേക്ക് നല്ല പ്രസ് ചെയ്യുന്നു. വീണ്ടും കാൽമുട്ട് മടക്കുന്നു, ഉള്ളിലേക്ക് വെക്കുന്നു. ദെൻ വീണ്ടും കാല് നീട്ടി മുകളിലേക്ക് നോക്കി നമ്മൾ ഫ്രീ ആകുവാണ്.
അങ്ങനെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് നല്ലൊരു വലിവ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കിനി കാല് ഇരുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ഷോളിൻ്റെ സപ്പോർട്ടിൽ നമുക്ക് ഇതേ എക്സർസൈസ് ചെയ്യാൻ പറ്റും. നല്ല ഷോളുമല്ലേ ആ വിരലുകളുടെ തൊട്ട് താഴെ കൂടെ നമ്മൾ കാലിനുള്ളിലേക്ക് നല്ല ടൈറ്റ് ചെയ്തു. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കാലിൻ്റെ മുട്ടിൻ്റെ ബാക്ക് സൈഡും ഒക്കെ നല്ല ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മെല്ലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. കാൽ മെല്ലെ നീട്ടി വെച്ചു. ആ കാൽ വിരലുകളുടെ തൊട്ട് താഴെ കൂടെ ഷോൾ മെല്ലെ ടൈറ്റ് ചെയ്തു. നേരെ മുകളിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുക. അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ നന്നായിട്ട് ശ്വാസം എടുക്കുന്നു, വിട്ടെടുക്കുന്നു, റിലാക്സ്. സെയിം നമ്മൾ ഇടതുകാലിലേക്ക് മെല്ലെ ഷോൾ പാസ് ചെയ്ത് ഇടതുകാലം അതുപോലെ മെല്ലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. കാൽ മെല്ലെ നീട്ടി കാൽപാദത്തിൻ്റെ ആ വിരലുകളും ഉള്ളിലേക്ക് മെല്ലെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈറ്റ് പിടിക്കുന്നു. മുകളിലേക്ക് നോക്കുന്നു. വീണ്ടും കാൽ മെല്ലെ നീട്ടി വെച്ചു. നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുകയാണ്. മുകളിലേക്ക് നോക്കി ഫ്രീ ആകാൻ ശ്രമിക്കുന്നു പല പ്രാവശ്യം. നമ്മൾ സാവധാനം 2 കാലുകളിലേക്കും പതുക്കെ ഷോൾ മെല്ലെ ടൈറ്റ് ചെയ്തു. 2 കാലും ഒരുപോലെ കുറച്ച് ഇങ്ങനെ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. കാൽ വിരൽ ഉള്ളിലേക്ക് പോയിൻ്റ് ചെയ്യുന്നു. മാക്സിമം ടൈറ്റ് ചെയ്യാം. ടൈറ്റ്, റിലാക്സ്. വീണ്ടും പല പ്രാവശ്യം ചെയ്തു. നമ്മൾ ഈ നേരെ ഇരുന്ന് കൈ 2 സൈഡിൽ വെച്ച് അവിടെ നിന്നുകൊണ്ട് നട്ടലൊന്നുകൂടെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പതുക്കെ ഇങ്ങനെ വളച്ച് തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ചെറുതായിട്ടൊന്ന് പതുക്കെ ഇങ്ങനെ ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുന്നു. നേരെ റൂഫിലേക്ക് നോക്കുന്നു. പല പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യുകയാണ്. ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ഇപ്പോൾ ചെയ്ത എക്സർസൈസുകളുടെയൊക്കെ ഒരു റിസൾട്ട് നമുക്കവിടെ കിട്ടാൻ സാധിക്കണം. അങ്ങനെ ഡെയിലി ചെയ്യാം. ബാക്ക് പെയിൻ ഒരിക്കലും ഒരു ജീവിതത്തിൻ്റെ അവസാനമൊന്നുമില്ല, തീർച്ചയായിട്ടും അതൊരു ആരംഭമാണ്. നമ്മൾ വീണ്ടും അടുത്ത എക്സർസൈസിലേക്ക് വരുന്നു. വലത് കൈ കൊണ്ട് ഇടത് സൈഡിൽ ചെയറിൻ്റെ സൈഡിൽ പിടിച്ച് നേരെ വലത് കൈ കൊണ്ട് നേരെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നു. ദെൻ വീണ്ടും ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മെല്ലെ ലോക്ക് ചെയ്തു. അങ്ങനെ പരമാവധി നമ്മൾ ബാക്ക് ബോൺ നല്ല സ്പിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മെല്ലെ തിരിഞ്ഞ് നമ്മൾ ടേൺ ചെയ്ത് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദെൻ വീണ്ടും നമ്മൾ 2 കൈ ലോക്ക് ചെയ്ത് മുകളിലേക്ക് നല്ല സ്ട്രെച്ച് ചെയ്യുന്നു. നമ്മൾ ഷീനെസ്റ്റ് 56 മാസങ്ങളിലായിട്ട് ബാച്ചുകളിലായിട്ട് യോഗ ഓൺലൈൻ ഏറ്റവും നന്നായിട്ട് വീട്ടിൽ നിന്ന് പഠിക്കാൻ പാകത്തിൽ നമ്മൾ സ്മാർട്ടായിട്ട് പരിശീലിച്ച് വരുന്നു. നമ്മുടെ പുതിയ ബാച്ചുകൾ ജൂലൈ 4-നാണ്